Hi students, 9th CBSE ക്വാഡ്രിലാറ്ററൈസിൽ വരുന്ന മിഡ് പോയിന്റ് തിയറം വിത്തിൻ 3 മിനിറ്റ്സ് പഠിച്ചാലോ? രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ്. സോ നമുക്ക് ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാം. സോ ഇഫ് ദിസ് ഇസ് എ ട്രയാങ്കിൾ ABC, then the line joining midpoints of two sides of a triangle. So AB യുടെ മിഡ് പോയിന്റ് ആയിട്ട് ഇയും AC യുടെ മിഡ് പോയിന്റ് ആയിട്ട് എഫും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ ലൈൻ ജോയിനിങ് ഇ ആൻഡ് എഫ്, ദാറ്റ് ഈസ് ദ ലൈൻ ഇ എഫ് എന്ന് പറയുന്നത് തേർഡ് സൈഡ് ആയിട്ടുള്ള ബി സിക്ക് പാരലൽ ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇപ്പൊ മെഷർമെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ബി ഒരു 6 സെന്റിമീറ്ററും എ സി ഒരു 8 സെന്റിമീറ്ററും ബി സി ഒരു 10 സെന്റിമീറ്ററുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞ പോയിന്റ് എ ബിനെ 3 എന്നുള്ള രീതിയിലും എഫ് എന്നുള്ള പോയിന്റ് എ സിയെ 4 എന്നുള്ള രീതിയിലും ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ദ ലൈൻ ജോയിനിങ് ദീസ് മിഡ് പോയിന്റ്സ് ഇ ആൻഡ് എഫ്, അതെന്തായിരിക്കും? തേർഡ് സൈഡ് ആയിട്ടുള്ള ബി സിക്ക് പാരലൽ ആയിരിക്കും. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ബി സിയുടെ ലെങ്ത്തിന്റെ ഹാഫ് ആയിരിക്കും ഈ ഇ എഫിന്റെ ലെങ്ത് വരെ. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ്സ് ബൈസെക്ട് ദി തേർഡ് സൈഡ്. ഓക്കെ, സോ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തു. ആ ട്രയാങ്കിളിന്റെ നെയിം നമുക്കൊരു പി ക്യു ആർ എന്ന് എടുക്കാം. എടുത്തു. ദെൻ ദ ലൈൻ ഡ്രോൺ ത്രൂ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇപ്പൊ നമ്മൾ പി ക്യൂന്റെ മിഡ് പോയിന്റ് ആയിട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ ഈ എക്സിലൂടെ ക്യു ആറിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ക്യു ആറിന് പാരലൽ ആയിട്ട്. ഓക്കെ, സോ ഈ ക്യു ആറും ദിസ് ലൈനും പാരലൽ ആണ്. ഈ ലൈൻ പി ആറിൽ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് എവിടെയായിരിക്കും? പി ആറിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. സോ മെഷർമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫ് ദിസ് വൺ ഈസ് 6 സെന്റിമീറ്റർ, സോ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് പി ക്യൂന്റെ മിഡ് പോയിന്റ്. സോ ഇത് 3 എന്നുള്ള രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇതൊരു 10 സെന്റിമീറ്റർ, ഇതൊരു 8 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് ട്രയാങ്കിൾ എങ്കിൽ ഈ ക്യു ആറിന് പാരലൽ ആയിട്ടാണ് എക്സ് വൈ എന്ന് പറഞ്ഞ ലൈൻ എടുക്കുന്നത്. ദെൻ ആ എക്സ് വൈ മീറ്റ് ചെയ്യുന്നത് പി ആറിന്റെ മിഡ് പോയിന്റിലായിരിക്കും. സോ വൈ പി ആറിനെ 4 എന്നുള്ള രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് മിഡ് പോയിന്റ് തിയറം. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ക്യു ആറിന്റെ ഹാഫ് ആയിരിക്കും എക്സ് വൈ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.